പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നവീൻ ബാബുവിനെ നമുക്കറിയാം. ADM ആയ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും അല്ലെങ്കിൽ മരണത്തിലേക്ക് ചെന്ന് വീണതും നമുക്കറിയാം. അങ്ങനെ ഒരു നവീൻ ബാബു ഉണ്ടായപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു, ഇനി മറ്റൊരു നവീൻ ബാബു ഈ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട്, നമ്മുടെ സർക്കാർ സിസ്റ്റങ്ങളുടെ തകരാറ് കൊണ്ട് മറ്റൊരു നവീൻ ബാബു ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇതാ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മറ്റൊരു നവീൻ ബാബുവിനെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളവും മാധ്യമങ്ങളും അയാൾക്കൊപ്പം ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഹാരിസിനൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഹാരിസ് മറ്റൊരു നവീൻ ബാബു ആകാത്തത് എന്ന് അദ്ദേഹം തന്നെ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്തവരെ പോലെ, യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തവരെ പോലെ തൻ്റെ കൂടെ നിന്നവർ, 30 വർഷത്തിലധികം എന്നോടൊപ്പം പ്രവർത്തിച്ചവർ, എന്നോടൊപ്പം പഠിച്ചവർ, എന്നോടൊപ്പം പ്രവർത്തിച്ചവർ, എന്നോടൊപ്പം സഹകരിച്ചവർ എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിന്റെ പരിപൂർണമായ തകർച്ച തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ തുടരുക. സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഇത്രയധികം പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ഈ ക്രൂശിച്ചില്ല എന്നത് യഥാർത്ഥത്തില് പ്രതീകാത്മകമായി അദ്ദേഹത്തിനെ ക്രൂശിച്ച് കഴിഞ്ഞു. 2 കൈയിലും കാലിലും ആണിയടിച്ചു കഴിഞ്ഞു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്നെ കൂടെ നിന്നവർ എന്നെ ഒറ്റുകൊടുക്കുന്നു, എന്നെ ചതിക്കുന്നു, എന്നെ മരണത്തിലേക്ക് പോലും തള്ളിവിടാൻ അവർ വളരെയധികം ശ്രമിക്കുന്നു. പകരം ഞാനൊരു മാനസിക രോഗിയായിട്ട് മാറേണ്ടി വന്നു, എനിക്ക് മാനസിക രോഗത്തിന് ചികിത്സ തേടേണ്ടി വന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന അന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ കസ്റ്റോഡിയൻ, ഇപ്പൊ ഓരോ ആരോഗ്യ വകുപ്പിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോ കസ്റ്റോഡിയൻ എന്നാണല്ലോ പറയുന്നത്. അതുപോലെ നമുക്ക് ആരോഗ്യ വകുപ്പിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജിനെ തന്നെ പറയാം. അപ്പൊ ആ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇദ്ദേഹം ഈ സിസ്റ്റം തകരാറാണ്, ഈ ഹാരിസ് യാതൊരു കുഴപ്പമില്ല, നല്ല ഡോക്ടറാണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രി ഹാരിസിനെതിരായിട്ട് ചില കരുനീക്കങ്ങൾ നടത്തിയപ്പോൾ, ചില കൊള്ളുന്ന വാക്കുകൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ മന്ത്രി മാറി, കൂടെ നിന്നവർ മാറി. ആ സിസ്റ്റം മുഴുവനും ഹാരിസിനെ, ഈ സത്യം പറഞ്ഞ ഹാരിസിനെ ചതിക്കാൻ, അയാളെ ജയിലിലടയ്ക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. ഹാരിസ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവരുടെ KGMCT എന്ന് പറയുന്ന അവരുടെ ഈ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. എന്നെ മനഃപൂർവ്വം ജയിലിലടയ്ക്കാൻ ചിലർ ശ്രമിച്ചു, കൂടെ നിന്നവർ ശ്രമിച്ചു. എനിക്ക് അതിൽ ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ പുറത്ത് വന്നതോടുകൂടി മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ ഉള്ളപ്പോഴാണ് ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പത്രസമ്മേളനം നടന്ന ദിവസം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എന്നോടൊന്ന് ഫോണിൽ വിളിച്ച് ഒരു വാക്ക് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ റൂമിൽ നടക്കുന്നത്? അവിടെ ചില ഉപകരണങ്ങൾ കാണുന്നല്ലോ, ചില ബില്ലുകൾ കാണുന്നല്ലോ, ആരാണ് അവിടെ കൊണ്ടുവച്ചത്? താങ്കൾക്കറിയാമോ? താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിനകത്തൊരു പുതിയ ബില്ലും പുതിയ സാധനങ്ങളും ഇരിക്കുമ്പോൾ എന്താണെന്ന് ഒരു വാക്ക് എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ, ഫോണിൽ കൂടെ എങ്കിൽ പോലും ഞാൻ നേരിട്ട് ചെന്ന് മറുപടി പറയുമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി എന്നെ തേജോധം ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഈ ഹാരിസ് പറയുന്നതും ഹാരിസ് വിശദീകരിക്കുന്നതും അല്ല നമ്മളെ പ്രശ്നം. നമ്മുടെ സിസ്റ്റം എത്രമാത്രം, ഒരു ഭരണകൂട സിസ്റ്റം, അത് ഇടതുപക്ഷ ഭരണകൂടമായാലും ശരി, വലതുപക്ഷ ഭരണകൂടമായാലും ശരി, ഒരു ഭരണകൂട സിസ്റ്റം ഈ നമ്മുടെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഈ ജനാധിപത്യ സംവിധാനം എവിടെ നിൽക്കും, എങ്ങനെ പോയി നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം തന്നെ പറയുന്നു, തന്നെ കൂടെ നിന്നവരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അതൊന്നും പ്രശ്നമില്ല, ഈ കാണാതെ പോയെന്ന് ഞങ്ങൾ പറയുന്ന സംഗതികളൊന്നും കാണാതെ പോയിട്ടില്ല, അതവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് എന്നെ തട്ടി തടവി സാന്ത്വനിപ്പിച്ചിട്ട് പോയവരാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ നിന്നും കുത്തിയത് അവരെന്നെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു, എന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്നാണ്. ഈ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഹാരിസ്
മന്ത്രിയെ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. മന്ത്രി എന്നോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത്, എന്നോട് സ്നേഹത്തോടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞെങ്കിലും മന്ത്രി കോഴിക്കോട്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ അവതരിപ്പിച്ചതുപോലുള്ള ഒരു അവതരണം ഒരിക്കൽ നടത്തി. അതായത് ആ ദിവ്യ പറഞ്ഞതിന്റെ പ്രത്യാഘാതമായിട്ടാണ്, അതിന്റെ മാനസിക വ്യത കൊണ്ടാണ്, അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഈ നവീൻ ബാബു മരണത്തിലേക്ക് എടുത്തു ചാടിയതെന്ന് നമുക്കറിയാം. അതുപോലെ ഈ ഹാരിസിനെയും മരണത്തിലേക്ക് ചാടാൻ, അല്ലെങ്കിൽ ഒന്നുകിൽ രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അയാൾ പോലും മരിക്കണം എന്ന ആഗ്രഹത്തോടെ തന്നെ ആയിരിക്കില്ലേ വീണ ജോർജ് ഇങ്ങനെ ഒരു സാധനം കാണാതെ പോയെന്നും ആ സാധനം കാണാതെ പോയത് അന്വേഷിക്കേണ്ടതുണ്ടെന്നും അതും കൂടെ അന്വേഷിച്ച് മാത്രമേ റിപ്പോർട്ടുകൾ പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞത് ഈ ദിവ്യ പറഞ്ഞതിന് തുല്യമല്ലേ എന്നതാണ് ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പൊ ദിവ്യ തന്നെയാണ് വീണ ജോർജും, വീണ ജോർജ് തന്നെയാണ് ദിവ്യയും എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു. നവീൻ ബാബു വീണ്ടും സൃഷ്ടിക്കപ്പെടാൻ ഈ ഹാരിസിലൂടെ മറ്റൊരു നവീൻ ബാബുവിനെ ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റം ശ്രമിച്ചു എന്നത് നമ്മൾ കാണുമ്പോൾ പിന്നെ നമ്മുടെ ഈ നമ്മൾ എപ്പോഴും വോട്ട് ചെയ്യുന്ന വെറും വോട്ട് യന്ത്രങ്ങളായിട്ട് മാറുന്ന, അല്ലെങ്കിൽ സിന്താവ് വിളിക്കാൻ മാത്രം പറയുന്നെടുക്കാൻ നമ്മളെല്ലാം വെറും വിഡ്ഢികളാണോ എന്ന സംശയമാണ് ഉയരുന്നത്.